ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച അറബ് ലോകത്തു നിന്നുള്ള ചില ഗംഭീര കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? നമുക്ക് ആ പഴയ കാലത്തേക്ക്, ആ ചരിത്രത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇങ്ങനെയൊരു ചോദ്യം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആൽഗോരിതം, നമ്മൾ എത്ര കൂളായിട്ടാണ് ഈ വാക്കൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നത്, അല്ലേ? പക്ഷേ ഈ ഒരൊറ്റ വാക്കിനു പിന്നിൽ നൂറ്റാണ്ടുകളുടെ കഥയുണ്ട്. ആ കഥ എന്താണെന്നറിയണ്ടേ? അപ്പോൾ നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. ഏതൊരു വലിയ സംസ്കാരം എടുത്തു നോക്കിയാലും അതിനൊരു അടിത്തറയുണ്ടാകും. അറബ് നാഗരികതയുടെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. അവർക്ക് രണ്ട് പ്രധാനപ്പെട്ട അടിസ്ഥാന ശിലകളുണ്ടായിരുന്നു. ഒന്ന് അവരുടെ വിശ്വാസം, രണ്ട് അവരുടെ ഭാഷ. അപ്പോൾ നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് സംസാരിക്കാം. അറബ് സംസ്കാരത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഇസ്ലാം മതമായിരുന്നു. മുഹമ്മദ് നബിയുടെ പഠിപ്പിക്കലുകൾ, അത് സമാധാനം, സഹിഷ്ണുത, നീതി, ഇതൊക്കെയായിരുന്നു അതിന്റെ കാതല്. ശരിക്കും പറഞ്ഞാൽ ഈ മൂല്യങ്ങളാണ് ആ സമൂഹത്തെ ഒരുമിച്ച് നിർത്തിയതും അവർക്ക് മുന്നോട്ടു പോകാനൊരു പുതിയ ദിശ കാണിച്ചു കൊടുത്തതും. വിശ്വാസം പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഒട്ടും കുറവല്ലാത്ത പ്രാധാന്യം ഭാഷയ്ക്കുമുണ്ടായിരുന്നു. കാരണം അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ അറബിയിലായിരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ അറിവിന്റെയും സംസ്കാരത്തിന്റെയും എല്ലാ വളർച്ചയുടെയും കേന്ദ്രബിന്ദു അറബി ഭാഷയായി മാറി. എല്ലാ പഠനങ്ങളും ഈ ഭാഷയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ അടിസ്ഥാനം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അറബ് ലോകത്തിന്റെ ഗോൾഡൻ ഏജിലേക്ക്, അവരുടെ സുവർണ കാലഘട്ടത്തിലേക്ക് പോകാം. ഇവിടെയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ്. ശാസ്ത്രരംഗത്ത് അവർ നടത്തിയ മുന്നേറ്റങ്ങൾ അത് ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു. ഒന്നാലോചിച്ചു നോക്കൂ. ആ കാലത്ത് ബാഗ്ദാദും കൊർദോവയും ദമാസ്കസും ഇന്നത്തെ സിലിക്കൺ വാലി പോലെയൊക്കെയായിരുന്നു. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും പണ്ഡിതന്മാർ അറിവ് തേടി അങ്ങോട്ടൊഴുകിയെത്തി. ഗ്രീക്കിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നൊക്കെയുള്ള പഴയ പുസ്തകങ്ങളും അറിവുകളും അറബിയിലേക്ക് മാറ്റി. അവിടെ നിന്നാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടാകുന്നത്. ഇനിയാണ് രസം. നമ്മളൊക്കെ കണക്ക് ക്ലാസ്സിൽ തലപുകഞ്ഞ് പഠിക്കുന്ന ആ ആൾജിബ്രയില്ലേ, ആ വാക്ക് വന്നത് അൽ ജബർ എന്നൊരു അറബി വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം ഒന്നിപ്പിക്കുക എന്നൊക്കെയാണ്. ഗണിതശാസ്ത്രത്തിന് അറബികൾ നൽകിയ ഒരു ഗംഭീര സംഭാവനയായിരുന്നു ഇത്. ഓർക്കുമ്പോൾ ഒരത്ഭുതം തോന്നുന്നില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടല്ലോ, അല്ലേ? അതിന്റെ ഉത്തരം ഇതാ വരുന്നു. ഇന്ന് നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അൽഗോരിതം എന്ന വാക്ക് വന്നത് ഒരു പേരിൽ നിന്നാണ്. അൽ ഖവാരസ്മി എന്ന മഹാനായ ഒരു ഗണിതശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒക്കെ തുടക്കം അദ്ദേഹത്തിൽ നിന്നാണെന്ന് പറയാം. കണക്കില് മാത്രമല്ലട്ടോ, ആസ്ട്രോണമി, അതായത് വാനശാസ്ത്രം, പിന്നെ കെമിസ്ട്രി, മെഡിസിൻ, ഈ മേഖലകളിലൊക്കെ അവർ ഞെട്ടിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തി. സത്യം പറഞ്ഞാൽ പിന്നീട് യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തിനു വരെ ഒരു സ്പാർക്ക് കൊടുത്തത് ഈ അറിവുകളായിരുന്നു. അപ്പോൾ സയൻസിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് അവരുടെ കലയുടെയും സാഹിത്യത്തിന്റെയും ലോകത്തേക്കൊന്ന് പോകാം. കാരണം അവിടെയുമുണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ. അറബി സാഹിത്യം, അതിന് നല്ല ആഴമുള്ളൊരു പാരമ്പര്യമുണ്ട്. 1001 രാവുകൾ അഥവാ അറേബ്യൻ നൈറ്റ്സ് കേൾക്കാത്തവരുണ്ടാവില്ല, അല്ലേ? ആ ഒരൊറ്റ പുസ്തകം മതി അവരുടെ കഥ പറച്ചിലിന്റെ കഴിവ് മനസ്സിലാക്കാൻ. ലോകത്ത് ഒരുപാട് എഴുത്തുകാരെയും കഥകളെയും അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി വാസ്തുവിദ്യയുടെ കാര്യമെടുക്കാം. അവരുടെ കെട്ടിടങ്ങളിലെ ആ വലിയ താഴികക്കുടങ്ങൾ, അതായത് ഡോമുകൾ, പിന്നെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങൾ, അതൊക്കെ അറബ് വാസ്തുവിദ്യയുടെ ഒരു അടയാളമാണ്. അതുപോലെ തന്നെയാണ് കാലിഗ്രാഫി, അതായത് അക്ഷരങ്ങളെ ഒരു കലാരൂപം പോലെ ഭംഗിയായി എഴുതുന്നത്. സ്പെയിനിലെ അൽഹംബ്ര പാലസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം അവിടെ ഒരുമിച്ച് കാണാം. ശരിക്കും ഒരു വിസ്മയമാണത്. ഓക്കെ, അപ്പോൾ കലയും സാഹിത്യവുമൊക്കെ നമ്മൾ കണ്ടു. ഇനി അവരുടെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു? അവർ എങ്ങനെയാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ഇടപഴകിയിരുന്നത്? നമുക്ക് നോക്കാം. പണ്ടത്തെ അറബികൾ, അവർ വെറും പണ്ഡിതന്മാർ മാത്രമല്ലായിരുന്നു, നല്ല കിടിലൻ വ്യാപാരികളും നാവികരുമായിരുന്നു. കടലിലൂടെയും കരയിലൂടെയും അവർ ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കുമെല്ലാം യാത്ര ചെയ്തു. അപ്പോൾ അവിടെ കച്ചവടം മാത്രമല്ല നടന്നത്, പുതിയ ആശയങ്ങൾ, അറിവുകൾ, സംസ്കാരങ്ങൾ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടു. ലോകത്തെ ബന്ധിപ്പിക്കുന്നൊരു കണ്ണിയായിരുന്നു അവർ. അവരുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നെന്നറിയോ? കുടുംബ ബന്ധങ്ങൾക്ക് അവർ കൊടുത്ത വില. പിന്നെ അവരുടെ ആതിഥ്യമര്യാദ. വീട്ടിൽ വരുന്ന അതിഥികളെ അവർ അത്രയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് സ്വീകരിച്ചിരുന്നത്. ആ ഒരു ശീലം ഇന്നും ലോകപ്രശസ്തമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ശാസ്ത്രം, കല, സാമൂഹിക ജീവിതം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പൈതൃകം, ഒരു ലെഗസി ഇന്നും നമ്മുടെ കൂടെയുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കണക്കായാലും കഥകളായാലും കെട്ടിടങ്ങളായാലും മനുഷ്യബന്ധങ്ങളായാലും അറബ് നാഗരികതയുടെ സംഭാവനകളില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ലോകം ഒരുപക്ഷെ ഇങ്ങനെയാവില്ലായിരുന്നു. അത് നമ്മുടെയെല്ലാം പൊതുവായ ചരിത്രത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമാണ്.
അപ്പോ ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞില്ലേ? ഇനി അടുത്ത തവണ ഓൾജിബ്ര എന്നോ അൽഗോരിതം എന്നോ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു താഴികക്കുടം കാണുമ്പോൾ, അതിനു പിന്നിലെ ഈ വലിയ ചരിത്രം ഒന്നോർത്തുനോക്കൂ. ഇനി നിങ്ങൾ പറ, ഈ പൈതൃകത്തിന്റെ സ്വാധീനം നിങ്ങളുടെ ചുറ്റും, നമ്മുടെ ഇന്നത്തെ ഈ ലോകത്ത് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഒന്ന് ചുറ്റും നോക്കി ആലോചിച്ചു നോക്കൂ.